ഇടുക്കി വണ്ടിപ്പെരിയാർ കടശിക്കാട് ആറ്റോരത്ത് പുലിയുടെ ആക്രമണത്തിൽ വളർത്തുനായ ചത്തു. പകൽ സമയത്ത് പുലി ജനവാസ മേഖലയിൽ ഇറങ്ങിയതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. പുലിക്കായി ഉടൻ കൂട് സ്ഥാപിക്കുമെന്ന് വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. വണ്ടിപ്പെരിയാർ കറുപ്പുപാലം കടശിക്കാട് ആറ്റോരത്തെ ജനവാസ മേഖലയിലാണ് പട്ടാപ്പകൽ പുലിയിറങ്ങി വളർത്തുനായെ ആക്രമിച്ചു കൊന്നത്. വട്ടത്തറയിൽ വീട്ടിൽ രതീഷിന്റെ വളർത്തുനായയാണ് പുലി പിടിച്ചത്. വീടിന് സമീപത്തായി അഴിച്ചുവിട്ടിരുന്ന നായയെ പുലി പിടികൂടുകയായിരുന്നു. രതീഷും ഭാര്യയും ജോലിക്ക് ശേഷം തിരികെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് നായയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തി. ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി പുലിയാണെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു. ഞങ്ങൾ ഓമനിച്ച് വളർത്തി ഞങ്ങളുടെ പട്ടി അവളാണ് എങ്ങും പോകുന്നതല്ല. ഞങ്ങളുടെ വീട്ടിലൊരു അംഗമായിരുന്നു അവള്. ഞാൻ പണിക്ക് പോയ സമയത്തും പിള്ളേർ സ്കൂളിൽ പോയിക്കുമായിരുന്നു. ഇവിടെ ആരും ഇല്ലായിരുന്നു. ആ സമയത്ത് വന്ന് അതിനെ പുലി പിടിക്കുമായിരുന്നു. ഞാൻ പണി കഴിഞ്ഞ് വന്നപ്പോൾ ആറ്റി ഇങ്ങനെ അതിനെ പുലി പിടിച്ച് കൊന്നിട്ടേക്കുമായിരുന്നു. ഒരു 3 മണിയോടുകൂടി പട്ടിയെ പുലി വന്ന് പിടിക്കുമായിരുന്നു. വീട്ടിലാരും ഇല്ലായിരുന്നു. ഇപ്പോൾ പിള്ളേരും എല്ലാം ഉള്ളതാണ്, കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടാണ് പേടിയായി ഇപ്പം. കാരണം അതിനെ എങ്ങനെയും ഒന്ന് പിടികൂടണമെന്ന് പറയുകയാണ്. പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് വനപാലകർ അറിയിച്ചു. പുലിയെ ഉടൻ പിടികൂടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇന്നേ കാണുന്നുള്ളൂ എങ്കിൽ പോലും ഇതിന് മുമ്പ് പുലി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആരും പരാതിപ്പെട്ടില്ലെന്നുള്ളതാണ് സത്യം. ഇന്നലെ ഇവന്റെ പട്ടിയെ പിടിച്ചതാണ് നമ്മൾ ഇത് നേരിട്ട് അറിയാൻ കാരണമായത്. പുലിയുടെ ശല്യം, അതുപോലെ കരടി, മ്ലാവ് ശല്യം കൊണ്ട് നമുക്കിവിടെ ഈ ആറ്റോര ഭാഗത്ത് ജീവിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ കുറച്ചു നാളുകളായി ജനവാസ മേഖലയായി ഇവിടെ കരടിയുടെയും കാട്ടുപോത്തിന്റെയും അടക്കം സാന്നിധ്യമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. 150 കുടുംബങ്ങൾ താമസിക്കുന്ന കടശിക്കാട് മേഖലയിൽ വൈകിട്ട് വന്യമൃഗശല്യത്താൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. എത്രയും വേഗം പുലിയെ കൂടുവെച്ച് പിടികൂടി ഉൾക്കാട്ടിലേക്ക് അയക്കണമെന്നാണ് കടശിക്കാട് ആറ്റോരം നിവാസികളുടെ ആവശ്യം. ന്യൂസ് മലയാളം, ഇടുക്കി.